ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ കർത്തൃ ദിവസത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരാഴ്ചക്കാലം കൂടി കർത്താവ് നമ്മെ സൂക്ഷിച്ചതിനായി നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ കർത്തൃ ദിവസം ആത്മാവിലും സത്യത്തിലും സഭയായിട്ട് ഒരുമിച്ച് കൂടി നമുക്ക് ആരാധിക്കാം. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരാധനയോടുള്ള ബന്ധത്തിൽ ഇന്നെന്നെ ചിന്തിപ്പിച്ചതായ വേദഭാഗം അതിൻ്റെ റോമാലേഖനം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. 17-ാം വാക്യം കൂടി, നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ലോകത്തിൽ പലവിധമായ ബന്ധങ്ങളുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നവർ തമ്മിലൊരു ബന്ധമുണ്ട്. എന്നാൽ ശക്തമായ ബന്ധമെന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം ശക്തമായ ബന്ധമാണ്. അതുപോലെ പിതാവും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായ ബന്ധമാണ്. നാം എവിടെയെല്ലാം ആണെങ്കിലും തൻ്റെ മക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എൻ്റെ മകനും 6-7 മാസമായിട്ട് കാനഡയിലായിരുന്നു. ഇപ്പോൾ പാറ്റ്നയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ആയിരുന്ന സമയവും എന്നും അവനുമായിട്ട് സംസാരിക്കുവാനും ആ ഒരു ബന്ധം സൂക്ഷിക്കുവാനും ഇടയായി. ഈ കാര്യം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 14-ാം വാക്യത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ചെറിയൊരു സംശയം വരും, ദൈവാത്മാവ് നടത്തുന്നവരല്ലേ മക്കൾ? ദൈവാത്മാവ് എങ്ങനെ നമുക്ക് ലഭിക്കും? ദൈവത്തിൻ്റെ ആത്മാവിനാൽ എങ്ങനെ നടത്തപ്പെടും? ഇതിന് വ്യക്തമായ അതിനോട് ചേർന്ന വചനങ്ങളുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് എന്ത് പറയുന്നു? നാം ദൈവമക്കളാണ്, കർത്താവിനെ സ്വീകരിച്ചവർ. കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം കാണിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 3:1. അപ്പോൾ വളരെ വ്യക്തമായി പല വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്, നാം ദൈവമക്കളാണ്. രണ്ടാമത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നുവെന്നും നാം ദൈവത്തിൻ്റെ ആലയമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെന്ന് വചനം പഠിപ്പിക്കുന്നു. നാം ദൈവമക്കളാണെന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ യാതൊരു സംശയം വേണ്ട, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നല്ല നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വായിക്കുമ്പോൾ, ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിലും ആത്മാവിന് അവസരം നൽകാതെ തൻ്റെ ജഡത്താൽ നടത്തപ്പെടുന്ന അവസ്ഥ, അതാണ് ജഡിക വിശ്വാസി എന്ന് പറയുന്നത്, ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നത്. എന്നാൽ ദൈവമക്കളായ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലുണ്ട്. നാം ദൈവത്തിൻ്റെ മക്കളാണ്, യാതൊരു സംശയമില്ല.
മക്കളെന്ന് പറയുമ്പോൾ പിതാവ് ഉണ്ടാകുമല്ലോ. ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്ന 15-ാം വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, ഈ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, ഭയപ്പെടുന്ന ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. ഈ ആത്മാവ് യേശുക്രിസ്തുവിനെ പോലെ തന്നെ എല്ലാ വിധത്തിലും ദൈവമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളായ നമ്മൾ, എന്നിട്ട് പറയുകയാണ്, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവിനെ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പുത്രനും പിതാവുമായുള്ള ബന്ധം നടത്തുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്നിട്ട് പറയുന്നു 16-ാം വാക്യത്തിൽ, നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവിടെ പറയുകയാണ്, ഈ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുകയാണ്, നാം ദൈവത്തിന്റെ ആത്മാവ്, നാം ദൈവമക്കളാണ് എന്നുള്ള കാര്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, മെസ്സേജ് നീണ്ടുപോകുകയാണല്ലോ. 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. അപ്പൊ നാം മക്കളാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവാണ്. അത് മാത്രമല്ല, നാം മക്കളെങ്കിൽ കൂട്ടവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശികളായിരിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയരെ, ഈ ഒരു ബോധ്യതയോടുകൂടി, ഈ ഒരു ചിന്തയോടുകൂടി ഇന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്റെ മക്കളാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. സകല മാനവും മഹത്വവും അവന്റെ പാദപീഠത്തിൽ അർപ്പിക്കാം. ആരെങ്കിലും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പ്രിയരെ, ഈ സത്യങ്ങൾ മനസ്സിലാക്കുക. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവുമായി ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതം കൂടി നൽകി നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഞങ്ങൾ ഒരുമിച്ച് സഭയായിട്ട് ആരാധിക്കുമ്പോൾ കർത്താവെ, ആവശ്യമായ ദൈവകൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കണം. നിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. തുടർന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഇന്ന് എവിടെയെല്ലാം കർത്താവിനെ ആരാധിക്കുന്ന സമൂഹമുണ്ടോ അവിടെയൊക്കെയും ആത്മാവിലും സത്യത്തിലും കർത്താവെ സാഹോദര്യത്തിലും ഐക്യത്തിലും ആരാധിക്കുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.